ഹായ് ഹലോ മിസ്സസ് മെല്ലോ മിസ്റ്റർ കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാനഡയിലെ വിനായക ചതുർത്ഥി പൂജാവിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. വിനായക ചതുർത്ഥിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയാം. ഇതിൽ പലതും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഗണപതിയുടെ ജന്മദിനമാണ് വിനായക ചതുർത്ഥിയായിട്ട് ആഘോഷിക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ ഇതൊരു വലിയൊരു ഉത്സവമായിട്ടാണ് അവർ ആഘോഷിക്കുന്നത്. സൗത്ത് ഇന്ത്യയിലും ഗണേശ ചതുർത്ഥി ആഘോഷിക്കുന്നുണ്ട്. അന്നേ ദിവസം പ്രത്യേകം പൂജകളുണ്ടായിരിക്കും. പിന്നെ കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. പൂജകൾക്ക് ശേഷം അതേ ദിവസമോ അല്ലെങ്കിൽ 3-5 ദിവസം കഴിഞ്ഞിട്ടോ ആയിരിക്കും വിഗ്രഹങ്ങൾ പുഴയിലോ കടലിലോ ഒഴുക്കുന്നത്. ഇതോടുകൂടിയാണ് ആഘോഷങ്ങൾ അവസാനിക്കുന്നത്. അപ്പോൾ കാനഡയിൽ ഗുജറാത്തി കമ്മ്യൂണിറ്റിയിലുള്ളവർ സംഘടിപ്പിച്ച ഒരു ഗണേശ ചതുർത്ഥി പൂജയിൽ പങ്കെടുക്കാനാണ് ഞങ്ങൾ പോയത്. വേറൊരു പ്രത്യേകത, കാനഡയിലെ ഏറ്റവും വലിയ ഒരു ഗണേശ വിഗ്രഹം കൂടിയായിരുന്നു ഇത്. ഞങ്ങൾ പോയത് പകൽ സമയത്തുള്ള ഒരു പൂജയ്ക്കായിരുന്നു. അപ്പോൾ തന്നെ കുറേ അധികം ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആൾക്കാരെല്ലാം കൂടുതലും വരുന്നത് രാത്രി സമയത്താണ്. ആ സമയത്താണ് ഒരുപാട് കലാപരിപാടികളൊക്കെ അവിടെ നടക്കുന്നത്. കൂടാതെ ഒരുപാട് സ്റ്റോളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഗുജറാത്തി ട്രഡീഷണൽ ഡ്രസ്സസും പിന്നെ അവരുടെ ജ്വല്ലറീസൊക്കെ അടങ്ങുന്ന ഒരുപാട് സ്റ്റോൾസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു ദേശീയ ആഹാരം എന്ന് പറയാവുന്ന പാനിപൂരി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പാനിപൂരി ഞാൻ അവിടെ നിന്ന് ട്രൈ ചെയ്തു. ഞാൻ ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫുഡ് ഫെസ്റ്റിവലിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പാനിപൂരി ട്രൈ ചെയ്യുന്നത്. പക്ഷേ അത് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ട് ഈ പാനിപൂരി എല്ലാവരും കിടിലാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ആഗ്രഹത്തോടെ വാങ്ങിച്ചതാണ്. പക്ഷേ അത് ഫ്ലോപ്പായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ഇവിടെ നിന്ന് ട്രൈ ചെയ്ത പാനിപൂരി കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. ദീപാവലി ഡെക്കോർ ഐറ്റംസ് ഒരുപാടുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഗുജറാത്തി ട്രഡീഷണൽ ജ്വല്ലറിയിലെല്ലാം ഒരുപാട് മിറർ വർക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഒരു സ്റ്റോളിൽ കയറിയപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമായിരുന്നു ടോക്കിംഗ് ഭഗവത്ഗീത. അപ്പോൾ ഇതൊരു മൾട്ടി സെൻസറി ടെക്നോളജി ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. ഇതിലൊരു സെൻസറി പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഭഗവത്ഗീതയിലെ ഏത് ഭാഗമാണ് നമുക്ക് വായിക്കേണ്ടത് അവിടെ ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് ആ ഭാഗം അത് തനിയെ ഇങ്ങനെ റീഡ് ചെയ്യും. ഏത് ലാംഗ്വേജിലാണ് നമുക്കത് കേൾക്കണം എന്നുള്ളതെല്ലാം നമുക്ക് അതിൽ തന്നെ സെറ്റ് ചെയ്യാം. കാനഡയിലെ വിനായക ചതുർത്ഥി പൂജാവിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്